ചേച്ചി തൊഴുതിറങ്ങിയോ? അതെ മോളെ. ചേച്ചിയുടെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതൊന്നും സാരമില്ല അശ്വതി. ചേരാത്തവര് തമ്മി ചേരാതിരിക്കുന്ന തന്നെയാ നല്ലത്. അല്ല, അശ്വതിയുടെ പുതിയ നാത്തൂൻ ആളെങ്ങനുണ്ട്? പുതിയ നാത്തൂനോ? അമൃതേച്ചി എന്തൊക്കെയായി പറയുന്നേ? ചേച്ചി എന്നെ കളിയാക്കിയതാണോ? അതെന്താ അശ്വതി അങ്ങനെ ചോദിച്ചേ? എന്റെ ഏട്ടന്റെ കല്യാണം മുടങ്ങിയ കാര്യം ചേച്ചി അറിഞ്ഞില്ലേ? മുടങ്ങിയോ? അപ്പൊ അഭിമന്യുന്റെ കല്യാണം മുടങ്ങിന്നോ? സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല മോളെ. ദിവ്യപ്രഭയുടെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ഞങ്ങളുടെ അച്ഛനാണെന്ന സത്യം അന്ന് അവിടെ വെച്ചാ ഞങ്ങളും അറിയുന്നത്. മനസ്സവാച ഏട്ടനറിയാത്ത കാര്യങ്ങൾ മുഴുവൻ അവര് ഏട്ടന്റെ തലയിൽ ചാർത്തി കൊടുത്തു. പക്ഷേ അഭിമന്യു എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഏട്ടൻ ഇതൊന്നും ആരോടും പറയാതെ സ്വയം ഉരുകി ജീവിക്കുക. അതിനുശേഷം ഏട്ടൻ ഇതുവരെ ജോലിക്ക് പോലും പോയിട്ടില്ല. ഇതൊക്കെ അമൃതേച്ചിയോട് പറഞ്ഞു കാണുന്ന ഞാൻ വിചാരിച്ചു. ഇല്ല, അഭിമന്യു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് അഭിമന്യു നല്ലൊരു കുടുംബജീവിതം നയിക്കാന്നാ ഞാൻ വിചാരിച്ചത്. ഏട്ടന്റെ കാര്യത്തില് അമ്മയും നല്ല സങ്കടത്തിലോ. അമൃതേച്ചി ഏട്ടനെ ഒന്ന് വിളിക്കണം, സംസാരിക്കണം. അമൃതേച്ചി വിളിച്ച ഏട്ടൻ അതൊരു വലിയ ആശ്വാസമായിരിക്കും. അതുപോലെ തന്നെ അമ്മ അന്ന് വീട്ടിൽ വന്ന് ചേച്ചിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേച്ചി മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം. ചേച്ചിയുടെ രണ്ടാനമ്മയും ആങ്ങളെയും കൂടി വന്ന് മോശമായി സംസാരിച്ചപ്പോ പറ്റിപ്പോയ കാര്യം അത്. അമ്മയ്ക്കതില് നല്ല വിഷമമുണ്ട്. അതൊന്നും സാരമില്ല അശ്വതി. അതിന്റെ പേരില് ഞങ്ങളോടോ അഭിയേട്ടനോടോ ഒരകൽച്ചയും ചേച്ചി ഇനി കാണിക്കരുത്. ഇനി നേരിൽ കാണുമ്പോ അമ്മ തന്നെ ചേച്ചിയോട് ഇക്കാര്യം പറഞ്ഞ് ക്ഷമ ചോദിക്കും. അതിലൊന്നും കാര്യമില്ല. ഞാനതൊക്കെ മറന്നു, അത്രേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ പോട്ടെ. നട അടയ്ക്കും. ശരി. അമൃത, അഭിമന്യു തിരക്കിലാണോ? ഏയ് അല്ലല്ല, താൻ പറഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താ, എന്തു പറ്റി? നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാ. ഇപ്പൊ എവിടെയുള്ളത്? ഞാനിപ്പോ വേളി ബീച്ചിനടുത്ത്, അവിടെ ഒരു സെന്റ് തോമസ് പള്ളി ഇല്ലേ, അതിനടുത്താ ഉള്ളത്. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.